വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും വരുന്ന ആഴ്ചകളിലെ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സ്പെഷ്യാലിറ്റീസ് മീൻസ് ഈ ആഴ്ച എന്തൊക്കെ പുതിയ സംഭവങ്ങളാണ് ഉപ്പും മുളകിലോട്ട് വരാൻ പോകുന്നത് എന്നും ആരൊക്കെയാണ് തിരിച്ചു വരാൻ പോകുന്നത്. ഇപ്പോൾ ലച്ചും ശിവാനിയൊന്നും ഇല്ല, ഇവരൊക്കെ എപ്പോഴാണ് തിരിച്ചു വരിക, പുതിയ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് ഇനി വരുന്ന ആഴ്ചകളിൽ തിരിച്ചു വരാൻ പോകുന്നതിനെ കുറിച്ചാണ് നമ്മളത് മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം ശിവാനി ലച്ചും ഉപ്പും മുളകിൽ നിന്ന് മാറി നിൽക്കുകയാണ്. രണ്ടുപേരും ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഓൾമോസ്റ്റ് ഒരു 10 എപ്പിസോഡായിട്ട് തന്നെ ഉപ്പും മുളകിലില്ല. ഇനിയിപ്പോൾ നാളെയോ ഇല്ല ഇനി വരാൻ പോകുന്ന ആഴ്ചകളിൽ എപ്പോഴേ തിരിച്ചു വരിക എന്ന് വെച്ചാൽ അതിൻ്റെ യാതൊരു കൺഫർമേഷനും കിട്ടിയിട്ടില്ല. ഇപ്പോൾ മുളകും ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന വാഴക്കാലയിൽ ഈ ഷെഡ്യൂളിൽ അവരിതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് അവസാനം അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ആഴ്ചയും നമുക്ക് മാക്സിമം അവരെ പ്രതീക്ഷിക്കാൻ സാധിക്കുകയില്ല. ഇനി വരാൻ പോകുന്ന ആഴ്ചയിൽ ഫുള്ളായിട്ട് അവരുണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇവരില്ലാത്തത് കൊണ്ട് തന്നെ, അതായത് ഉപ്പും മുളകിൽ ആർട്ടിസ്റ്റുകൾ കുറവായത് കൊണ്ട് തന്നെ വെറും 6 ആർട്ടിസ്റ്റ് വെച്ച് മാത്രമാണ് ഉപ്പും മുളക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി കഴിഞ്ഞ ആഴ്ച വന്ന എപ്പിസോഡുകളിൽ പലതും അത്ര ബോറിംഗ് ആയിരുന്നു എന്ന് പറയാം, അത്ര എൻഗേജിങ് ആയിരുന്നില്ല. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളും ഇതേപോലെ ആണെന്നുണ്ടെങ്കിൽ ഓഡിയൻസിന് ഉറപ്പായിട്ടും അത് ബോറടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പും മുളകും ടീം പുതിയ ആരെയെങ്കിലും കൊണ്ടുവരാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അതായത് ഉപ്പും മുളകിൽ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തു വെച്ച ക്യാരക്ടേഴ്സ്, അതായത് നെയ്യാറ്റിൻകരയിലത്തെ അപ്പൂപ്പനോ അമ്മൂമ്മയോ പടവലത്തെ അപ്പൂപ്പനോ അമ്മൂമ്മയോ അതോ സുരേന്ദ്രനോ അങ്ങനെ ആരെങ്കിലും ഉപ്പും മുളകിലോട്ട് തിരിച്ചു വരാൻ സാധ്യതകൾ കൂടുതലാണ്. മാത്രമല്ല ഈ വരുന്ന ആഴ്ചയിൽ കുറച്ച് എപ്പിസോഡുകൾ കേശുവും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം കേശു ഈ കഴിഞ്ഞ ആഴ്ച മുതൽ ലീവ് എടുത്ത് തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. തൻ്റെ പുതിയ ചിത്രമായ തിക്കര കൊമ്പൻ്റെ ഷൂട്ടിംഗ് സ്പോട്ടിലാണ് ഇപ്പോൾ കേശു ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ആഴ്ചകളിൽ ഒരു 4-5 എപ്പിസോഡോളം കേശുവും ഉണ്ടാവില്ല. അപ്പോൾ ആർട്ടിസ്റ്റുകൾ ഒന്നും കൂടി കുറയാണ്. ലച്ചുവും കേശുവും ശിവയും ലീവ് എടുക്കുന്ന ഒരു അവസ്ഥയിലായിട്ട് വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വേറെ ഏതെങ്കിലും ഒരു ക്യാരക്ടേഴ്സ് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ഹൈലി ചാൻസസ് ഉണ്ട്. മാക്സിമം ലച്ചുവിനെയും ശിവാനിയും തന്നെയായിരിക്കും തിരിച്ചു വിളിക്കാൻ സാധ്യത. അവർക്ക് അത്രത്തോളം വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമാണ് വേറെ ആരെങ്കിലും ഇപ്പോൾ മുളയിൽ വരുള്ളൂ. ഇപ്പോൾ തിങ്കളാഴ്ച നാളെ ഇറങ്ങാൻ പോണ എപ്പിസോഡ് അതിൽ കേശു ഉണ്ടാവും, പക്ഷേ ലച്ചുവും ശിവയൊന്നും ഇല്ല. അതിൽ മെയിൻ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ രാംകുമാർക്ക് പട്ടി കടിക്കുന്നത് പോലെയൊക്കെയാണ്. ഏതായാലും ഈ വരാൻ പോകുന്ന ആഴ്ച ഉപ്പും മുളകും ടീമിന് ഭയങ്കര ടഫായിട്ടുള്ളൊരു ആഴ്ച തന്നെയായിരിക്കും. ആർട്ടിസ്റ്റുകൾ വളരെ കുറവായിരിക്കും. ഇവർ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്ന് കാണാൻ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഏതായാലും പഴയ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ച്, അതായത് സീസൺ 1 ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഓരോ ക്യാരക്ടേഴ്സുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ എപ്പിസോഡുകൾ എൻഗേജിങ് ആകും എന്നുള്ളത് കൺഫേമാണ്. ആ ഒരു ആർട്ടിസ്റ്റുകളെ കാണാൻ തന്നെ ഓഡിയൻസ് ആകെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഓഡിയൻസ് വെയിറ്റ് ചെയ്യുന്നത് സീസൺ 1 ചില ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇതുവരെ സീസൺ 2 ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ഓട്ടോ ചന്ദ്രനും കനകവും നവാസും ഷുക്കൂറും ഇങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ഥിരമായിട്ട് ലച്ചുവും ശിവാനിയൊന്നും ഇല്ലാത്ത ആ ഒരു കുറവ് അറിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതായാലും ഈ വരാൻ പോകുന്ന അടുത്ത ആഴ്ച ഇപ്പോൾ മുളകിൽ ഭയങ്കര ക്രൂഷ്യലാണ്. ആർട്ടിസ്റ്റുകളും കുറവാണ്. ഇവരെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കി തന്നെ ഇരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഈ ആഴ്ച അവസാനത്തോളം ആയിരിക്കും ലച്ചു ഒക്കെ ഉപ്പും മുളകിലോട്ട് റീജോയിൻ ചെയ്യുക എന്നാണ് നമുക്ക് അവസാനം അറിയാൻ സാധിച്ചത്. ലച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അടുത്ത മാസത്തോടെയൊക്കെ സിദ്ധു എന്നൊരു ക്യാരക്ടറുടെ റീ എൻട്രി ആവാൻ സാധ്യതയുണ്ട്. ഏതായാലും നിങ്ങളിപ്പോൾ ഉപ്പും മുളകിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഏത് ക്യാരക്ടറാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പും മുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.